കലൂരിൽ നടത്തിയ നൃത്ത പരിപാടിയിലെ പണപ്പിരിവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇവരുടെ മൊഴിയെടുത്തത്. കുട്ടികളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ വൻ രജിസ്ട്രേഷൻ കൊള്ള നടന്നതായി ആരോപണങ്ങളുണ്ടായിരുന്നു. കുട്ടികളിൽ നിന്ന് 1400 മുതൽ 5000 രൂപ വരെ വാങ്ങിയതായാണ് മൃദംഗനാഥം സംഘാടകർക്കെതിരെയുള്ള ആരോപണം. കുട്ടികളിൽ നിന്ന് പിരിച്ച രൂപ കൂടാതെ ദിവ്യാവുണിയുടെ പേരിലും പണപ്പിരിവ് നടത്തിയെന്നാണ് പുതിയ ആരോപണം. പരസ്യത്തിനായും വലിയ തുക സംഘാടകർ പിരിച്ചുവെന്നും നൃത്ത അധ്യാപകർ പറഞ്ഞിരുന്നു. ഒരു കുട്ടി പറയുന്നത്, ഈ മൃദംഗനാഥം പരിപാടിയിൽ ഞാനുൾപ്പെടെ സുരഭി ടീച്ചറിൻ്റെ 17 കുട്ടികൾ ആദ്യം ചേർന്നിരുന്നു. ആദ്യം പറഞ്ഞത് 2900 രൂപ വീതം ഒരാൾക്ക്, അത് 1900, 1000 എന്നിങ്ങനെ 2 ഗഡുക്കളായി കൊടുത്താൽ മതി. ആ ഉറപ്പിലാണ് ഞങ്ങൾ ചേർന്നത്. 1900 അടച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നു GST ഉൾപ്പെടെ 3500 അടക്കണമെന്ന്. പിന്നീട് ഡ്രസ്സിന് വേറെ തുക, സർട്ടിഫിക്കറ്റിന് വേറെ തുക. എന്തായാലും 3500 എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിന്മാറി. ആദ്യം അടച്ച 1900 തിരികെ വാങ്ങാൻ ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസുമില്ല. മൃദംഗനാഥം CEO ഷമീറുമായി എൻ്റെ ടീച്ചർ ഫോൺ സംഭാഷണം നടത്തി. പുള്ളി പറയുന്നത് തുക തിരികെ ലഭിക്കില്ല, കൺസ്യൂമർ കോർട്ടിലെ കേസ് നോക്കാൻ ഞങ്ങൾക്ക് വക്കീലുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരം. ടീച്ചറെ ഇതുമായി ബന്ധപ്പെടുത്തിയവരെ ഇപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നില്ല. പങ്കെടുക്കാത്ത ഞങ്ങളിൽ നിന്ന് മാത്രം 32,300 രൂപ അവർക്ക് കിട്ടിയെങ്കിൽ ഇത്രയും കുട്ടികളിൽ നിന്നും എത്രമാത്രം തുക അവർ കളക്ട് ചെയ്തിട്ടുണ്ടാകണം? ഇതാണ് ആ കുട്ടി ചോദിക്കുന്നത്. പ്രോഗ്രാമിലേക്ക് സാരി സ്പോൺസർ ചെയ്ത കല്യാൺ സിൽക്സ് പറയുന്നത് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ്. 12,500 സാരിക്ക് സംഘാടകർ ഓർഡർ തന്നു. ഓരോ സാരിക്കും 390 രൂപ വീതമാണ് വാങ്ങിയത്. എന്നാൽ പിന്നീടാണ് സംഘാടകർ ഒരു സാരിക്ക് 1600 രൂപ വീതമാണ് ഈടാക്കിയതെന്ന് അറിയുന്നതെന്നും കല്യാൺ സിൽക്ക് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകളുടെ ഭരതനാട്യം നടത്തി ഗിന്നസിൽ കയറിപ്പറ്റിയ പോലെ മറ്റൊരു റെക്കോർഡും കൂടെ ഈ മൃദംഗനാഥം ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികളെയും ടീച്ചർമാരെയും ഒരുമിച്ച് പറ്റിച്ചു എന്ന റെക്കോർഡും ഇവർക്ക് തന്നെയാണ്. ഇവരുടെ മൃദംഗവിഷൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് വയനാട് മേപ്പാടിയിലെ ഒരു കൊച്ചു കടമുറിയിലാണ്. 2 കസേരകൾ മാത്രമാണ് അവിടെയുള്ളത്. ഫോൺ നമ്പറില്ലാത്ത ഒരു ബോർഡ് മാത്രമാണ് പുറത്ത് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കിടെ വരുന്ന 2 സ്റ്റാഫ് മാത്രമാണ് ആ ഓഫീസിലുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയൊരു തട്ടിപ്പാണ് ഒരു പെട്ടിക്കട പോലുള്ള മൃദംഗവിഷൻ എന്ന കമ്പനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. MLA ഉമാ തോമസിന് അവിടെ വെച്ചൊരു അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം ആരും അറിയാനും പോകുമായിരുന്നില്ല. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ആട്, തേക്ക്, മാഞ്ചിയം ഹൈറിച്ച് പോലെ കേരളത്തെ പറ്റിക്കുന്ന ഒരു വൻ തട്ടിപ്പു സംഘമായി ഈ മൃദംഗ വിഷ്ണു മാറിയേനെ.